ഹലോ എവരിവൺ, എല്ലാവർക്കും ഇന്ത്യയിലോ കേരള ലോ ഇൻട്രസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ക്രിമിനൽ നിയമങ്ങളിലേക്കും ഇന്ത്യൻ പീനൽ കോഡിലേക്കും ഒരു ആമുഖം എന്ന നിലയിൽ ചർച്ച ചെയ്യാനാണ് പോകുന്നത്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നതൊക്കെയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നൊരു നിയമം എന്ന് പറയുന്നത്. എഴുതപ്പെട്ട നിയമങ്ങൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ സിവിൽ നിയമങ്ങളോ അല്ലെങ്കിൽ ക്രിമിനൽ നിയമങ്ങളോ എന്നൊന്ന് നിലനിന്നിരുന്നില്ല. പിന്നീട് സുമേറിയൻസിൻ്റെയും ബാബിലോണിയൻസിൻ്റെയും ഒക്കെ കാലം വരുമ്പോഴാണ് ആദ്യത്തെ എഴുതപ്പെട്ട നിയമങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഇന്ത്യയിലെ കാര്യം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ സ്മൃതികളും ശ്രുതികളും എന്നൊക്കെ ഉള്ള നിലയിലുള്ള നിയമങ്ങളാണ് നിലനിന്നിരുന്നത്. പിന്നീട് മുഗൾ ഭരണം ഇന്ത്യയിൽ വരുമ്പോൾ അവർ ഇവിടെ ഇസ്ലാമിക് നിയമങ്ങൾ നടപ്പാക്കുകയുണ്ടായി. പിന്നീട് കൊളോണിയൽ ഭരണം ഇവിടെ ഇന്ത്യയിൽ വന്നപ്പോൾ ബ്രിട്ടീഷുകാരാണ് മൊത്തത്തിൽ ഇതിലൊരു മാറ്റം കൊണ്ടുവന്നത്. 1833 അവർ നിയമിച്ച ഇന്ത്യൻ ലോ കമ്മീഷനാണ് അതിൻ്റെ തലപ്പത്തിരുന്ന ജനറൽ മക്കുലെ ഉൾപ്പെടെയുള്ള അവരാണ് പിന്നീട് ഇന്ത്യൻ പീനൽ കോഡ് എന്നൊരു നിയമം രൂപീകരിക്കുന്നത്. അത് 1837 ആയപ്പോഴാണ് അവരത് രൂപീകരിക്കുന്നത്. പിന്നീട് 30 വർഷങ്ങൾക്ക് ശേഷം 1860 ആയപ്പോഴാണ് ഈ ഒരു നിയമം നിലവിൽ വന്നത്. ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളമുള്ള ടെറിട്ടറിക്ക് മുഴുവൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു നിയമമാണ്. അടുത്തായിട്ട് നമുക്കൊരു ക്രൈമിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഒരു ക്രൈം എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ സെക്ഷൻ 40 പറയുന്നത് എനി ആക്ട് ഓർ ഒമീഷൻ മെയ്ഡ് പണിഷബിൾ ബൈ IPC ഈസ് ആൻ ഒഫൻസ് എന്നാണ്. ബ്ലാക്ക്സ്റ്റോൺ തൻ്റെ ഡിക്ഷണറി പറയുന്നത് എ ക്രൈം ഈസ് ആൻ ആക്ട് ഓർ കമ്മിറ്റഡ് ഓർ ഒമിറ്റഡ് ഇൻ വയലേഷൻ ഓഫ് എ പബ്ലിക് ലോ ഇത് ഫോർബിഡിങ് ഓർ കമാൻഡിങ് ഇറ്റ് ആൻഡ് ദാറ്റ് ക്രൈം ഈസ് എ പബ്ലിക് റോങ് എന്നാണ്. പ്രൊഫസർ കെന്നി ഡിഫൈൻസ് ക്രൈം ആസ് ലൈക്ക് crime is a harmful human conduct that the sovereign desires to prevent. ജോൺ ഓസ്റ്റിൻ പറയുന്നത് ഇറ്റ് ഈസ് എ wrong which is pursued by the sovereign or his subordinates is a crime. ഇത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നത് ഒരു ക്രൈം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ആക്റ്റ് ആകാം അല്ലെങ്കിൽ ഒരു ഒമീഷൻ ആകാം. അത് നിയമത്താൽ എന്താണ് കുറ്റകരം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ക്രൈം എന്ന് വിളിക്കുന്നത്. അടുത്തായിട്ട് വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് ക്രൈം? ക്രൈം എന്നുള്ളതിൻ്റെ മേജർ എലമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. അതിന് മുൻപ് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ഒരു ലാറ്റിൻ മാക്സിമിൽ ഉൾപ്പെട്ട ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസിട്രിയ എന്നുള്ളത്. ഇറ്റ് മീൻസ് ആൻ ആക്ട് ഡസ് നോട്ട് മേക്ക് എ പേഴ്സൺ ഗിൽറ്റി ഓഫ് എ ക്രൈം അൺലെസ് ദ മൈൻഡ് ഈസ് ഓൾസോ ഗിൽറ്റി. അതായത് ക്രിമിനൽ ലയബിലിറ്റി ഓഫ് എ പേഴ്സൺ ഈസ് ബേസ്ഡ് ഓൺ ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദ കമ്മീഷൻ ഓഫ് എ റോങ്ഫുൾ ആക്ട് കമ്പൈൻഡ് വിത്ത് എ റോങ്ഫുൾ ഇൻറ്റൻഷൻ. അതായത് ഒരാളെ കുറ്റവാളിയാക്കണമെങ്കിൽ തെറ്റായൊരു പ്രവൃത്തി മാത്രം പോരാ, അതിന് തെറ്റായൊരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ വേണമെന്നു കൂടിയാണ് ആ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ആക്ടസ് റിയസ് എന്താണെന്നുള്ളത് വിശദമായിട്ട് പരിശോധിക്കാം. ആക്ടസ് റിയസ് ഈസ് ദ ഫസ്റ്റ് എലമെൻറ്റ്, അതായത് എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ ക്രൈം. ആക്ടസ് റിയസ് റിഫേഴ്സ് ടു റിസൾട്ട് ഓഫ് ഹ്യൂമൻ കണ്ടക്ട് വിച്ച് ദ ലോ സീക്സ് ടു പ്രിവെൻറ്റ്. ആക്ടസ് റിയസ് എന്ന് പറയുന്നത് നിയമത്താൽ തടയപ്പെട്ട അല്ലെങ്കിൽ നിയമം പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കണ്ടക്റ്റിനെയാണ് ആക്ടസ് റിയസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഫ് എനി ഹ്യൂമൻ കണ്ടക്ട് ഈസ് നോട്ട് പ്രിവെൻറ്റബിൾ ബൈ ലോ സച്ച് ആൻ ആക്ട് ഓർ കണ്ടക്ട് വിൽ നോട്ട് ബി ടേംഡ് ആസ് എ ക്രൈം. സോ എനി പേഴ്സൺ ഹു കമ്മിറ്റ് സച്ച് ആൻ ആക്ട് ഈസ് നോട്ട് ലയബിൾ ഫോർ എ ക്രൈം. ഇനി ആക്ടസ് റിയസ് മേ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ഉദാഹരണത്തിന് എക്സ് ഷൂട്ട്സ് വൈ ആൻഡ് കിൽസ് ഹിം. ഹിയർ ഇറ്റ് ഈസ് എ പോസിറ്റീവ് ആക്ടസ് റിയസ്. ആൻഡ് വേറൊരു ഉദാഹരണം പറഞ്ഞാൽ മദർ ഓഫ് എ ചൈൽഡ് സ്റ്റാർസ് ഹെർ ചൈൽഡ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് ആക്ടസ് റിയസ്. തസ് ഈ ഒരു കേസിലെ ആക്ടസ് റിയസ് എന്ന് പറയുന്നത് ഈസ് കോൾഡ് ഒമീഷൻ. ഇൻ ഓർഡർ ടു ബി ലയബിൾ ഫോർ എ ക്രൈം ദ ആക്ട് ഓർ ഒമീഷൻ ഷുഡ് ബി വൺ പ്രൊഹിബിറ്റഡ് ബൈ ലോ. ഉദാഹരണം പറയുകയാണെങ്കിൽ എ ഷൂട്ട്സ് ബി ആൻഡ് കോസസ് ദ ഡെത്ത് ഓഫ് ബി. ഹിയർ എ ഈസ് ലയബിൾ ടു ബി പണിഷ്ഡ് ഫോർ മർഡർ since he violated a prohibited act.
Now, there may be situations where the law commands or permits a harm to be inflicted on a person. In such cases, the act does not amount to a crime. അല്ലെങ്കിൽ ഒരു ഒഫൻസ് ആവുന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്രതിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ഒരു മജിസ്ട്രേറ്റ് വിൽ നോട്ട് ബി ലയബിൾ ഫോർ എ ക്രൈം. അടുത്തതായിട്ട് നമുക്ക് മെൻസറിയ എന്താണെന്ന് പരിശോധിക്കാം. ഇറ്റ് ഈസ് എ പ്രൊഹിബിറ്റഡ് ആക്ട് അല്ലെങ്കിൽ ഒരു പ്രൊഹിബിറ്റഡ് ആക്ട് ബിക്കംസ് എ ക്രൈം വെൻ ഇറ്റ് ഈസ് അക്കമ്പനിഡ് ബൈ എ സർട്ടൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ദർ മസ്റ്റ് ബി എ മൈൻഡ് അറ്റ് ഫോൾട്ട് ബിഫോർ എനി ക്രൈം ക്യാൻ ബി കമ്മിറ്റഡ്. So, mens rea is an evil intention or the knowledge of the wrongfulness of the act. അപ്പോൾ ക്രൈം എന്ന് പറയുന്നത് ഒരു പ്രൊഹിബിറ്റഡ് ആക്ട് അല്ലെങ്കിൽ ഒരു ഒമിഷൻ ആഡഡ് വിത്ത് എ ഗിൽറ്റി മൈൻഡ്. മെൻസ് റിയ പല വിധത്തിലുണ്ട്. ആദ്യമായിട്ട് ഇൻറ്റൻഷൻ. ടു ഇൻറ്റൻറ്റ് ഈസ് ടു ഹാവ് എ ഫിക്സ്ഡ് പർപ്പസ് ടു റീച്ച് എ ഡിസൈർഡ് ഒബ്ജക്റ്റീവ്. ദ വേർഡ് ഇൻറ്റൻഷൻ is used to denote the state of mind of a man who not only foresees but also wills the possible consequences of his conduct. ഉദാഹരണം പറയുകയാണെങ്കിൽ X threw a stone at Y with a desire to cause injury to Y. As a result, an injury was caused to Y. Here ഇവിടെ പറയുന്ന ആ ഒരു ഡിസയർ എന്ന സാധനമാണ് നമ്മൾ മെൻസ് റിയ എന്ന് വിളിക്കുന്നത്. ആൻഡ് ആ സ്റ്റോൺ ത്രോ ചെയ്യുന്നതിനെ നമ്മൾ ആക്ടസ് റിയസ് എന്ന് വിളിക്കുന്നു. Another kind of mens rea is called knowledge. It refers to a personal information of a person who does an act. It is a state of mind of a person. Under law, doing an act with knowledge may constitute a crime. ഉദാഹരണം പറയുകയാണെങ്കിൽ X receives stolen property from Y with the knowledge that it is stolen. So, the act of X is an offense which is punishable by law. അടുത്തായിട്ട് ഒരു കൈൻഡ് ഓഫ് മെൻസ് rea ആണ് recklessness. A person does an act with foresight of injury but without desire to cause harm to any. Such a state of mind is called recklessness. ഇനി മറ്റൊരു വിധത്തിലുള്ള ഒരു മെൻസ് rea എന്നറിയപ്പെടുന്നതാണ് negligence. When a person fails to take the care of an ordinary prudent man, his mind is at fault, and such faulty state of mind is known as negligence. ഒരു സാധാരണ അവസ്ഥയിൽ ഒരു സാധാരണയായ ഒരു മനുഷ്യൻ എടുക്കേണ്ട കെയറിൽ വരുന്ന ഒരു പിഴവിനെയാണ് നമ്മൾ നെഗ്ലിജൻസ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ സെക്ഷൻ 304A നെഗ്ലിജൻസിനെ പറ്റി പറയുന്നത്. മറ്റൊരു വിധത്തിലുള്ള ഒരു മെൻസ് rea ആണ് മോട്ടീവ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ് എന്നാണ് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ഇമോഷൻ പ്രോംപ്റ്റിംഗ് ഹിം ടു ഡു ആൻ ആക്ട്. അത് ലവ് ആകാം, കമ്പാഷൻ ആകാം, ഫിയർ ആകാം, ജെലസി ആകാം, ഹേട്രഡ് ആകാം. ഇവയെല്ലാം മോട്ടീവ് എന്നറിയപ്പെടുന്നു. ഇറ്റ് ക്യാൻ ബി എ മോട്ടീവ് ക്യാൻ ബി ഗുഡ് ഓർ ബാഡ്. ഫോർ ഇൻസ്റ്റൻസ്, എ പേഴ്സൺ മേ കമ്മിറ്റ് a theft to feed poor people. ഇവിടെ his motive is good, that is, he is helping the poor. However, his intention is to commit a crime to achieve that motive. Motive may be relevant to find out the guilt of the accused, but it is not an ingredient of a crime. ഇനി മെൻസ് rea എന്ന പറഞ്ഞ ആ ഒരു പദം IPC എവിടെയും ഡിഫൈൻ ചെയ്യുന്നില്ല. എന്നാൽ ടേംസ് ലൈക്ക് intentionally, voluntarily, fraudulently, dishonestly, knowingly, etc. ഒക്കെയാണ് they are used in various sections. IPCയുടെ ഈ പല സെക്ഷൻസിലും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഈ പല പദങ്ങളുമാണ് മെൻസ് rea എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇതെന്നുള്ളത്. ഇതിൽ നമുക്ക് ചില സെക്ഷൻസ് ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സെക്ഷൻ 39 ഡിഫൈൻസ് വോളണ്ടറിലി. സെക്ഷൻ 39 പറയുന്നത് എ പേഴ്സൺ ഈസ് സെഡ് ടു കോസ് ആൻ എഫക്റ്റ് വോളണ്ടറിലി വെൻ ഹി കോസസ് ഇറ്റ് ബൈ മീൻസ് വെയർ ബൈ ഹി ഇൻറ്റൻഡഡ് ടു കോസ് ഇറ്റ് ഓർ ബൈ മീൻസ് വിച്ച് അറ്റ് ദ ടൈം ഓഫ് എംപ്ലോയിങ് ദോസ് മീൻസ് ഹി ന്യൂ ഓർ ഹാഡ് റീസൺസ് ടു ബിലീവ് ടു ബി ലൈക്ലി ടു കോസ് ഇറ്റ്. ഇപ്പോൾ പറഞ്ഞ ആ ഒരു ഡെഫിനേഷൻ നമ്മൾ മുൻപ് പറഞ്ഞ ഇൻറ്റൻഷനെയും നോളജിനെയും ഒക്കെ ഉൾപ്പെടുത്തുന്ന ഒന്നാണ്. ഇഫ് എ പേഴ്സൺ ഡസ് ആൻ ആക്ട് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് ടു കോസ് ആൻ എഫക്റ്റ് or with the knowledge of the effect resulting from his act,
he is said to have done the act voluntarily. ഉദാഹരണത്തിന് എ സെറ്റ്സ് ഫയർ അറ്റ് നൈറ്റ് ടു an inhabited house for the purpose of facilitating robbery and thereby causes the death of a person. In this case, he has caused the death of that person voluntarily. ഇനി മറ്റൊരു സെക്ഷനാണ് സെക്ഷൻ 24, which defines dishonestly. When a person does an act with the intention of causing wrongful gain to one and thereby causing a wrongful loss to another, അതിനെയാണ് നമ്മൾ ഡിസോണസ്റ്റ്ലി എന്ന് വിളിക്കുന്നത്. മെൻസറി ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 25, which defines fraudulently. ഇതിൽ പറയുന്നത് when a person does a thing with the intent to defraud another, it is called fraudulently. അപ്പോൾ ഇതുവരെ നമ്മൾ ക്രൈമിൻ്റെ പ്രധാനപ്പെട്ട 2 എലമെൻറ്റ്സ് ആയ ആക്ടസ് റീസിനെയും മെൻസറിയെയും നമ്മൾ പരിചയപ്പെട്ടു. കൂടുതൽ ഭാഗങ്ങൾ തുടർന്നുള്ള വീഡിയോകളിലൂടെ ചർച്ച ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.